ശ്രീ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് ജുഡീഷ്യറിയെ മാനിക്കാതെ കഴിയുകയില്ല. കോടതിയിൽ ഒരു ഹർജി വരുന്നു, അന്ന് തന്നെ കോടതി ഒരു സർവേ നടത്താൻ ഉത്തരവിടുന്നു. 10 ദിവസത്തിനുള്ള സർവേ നടത്താൻ കമ്മീഷൻ അങ്ങോട്ട് വരുന്നു. ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. ഇതിനൊന്നും ഭരണകൂടത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. കാരണം കോടതിയിൽ ആർക്ക് വേണമെങ്കിലും പോകാം, ഹർജി നൽകാം. നടപടി എടുക്കേണ്ടതും എടുക്കേണ്ടാത്തതും കോടതിയാണ്. കോടതിയുടെ ഭാഗം നടപടി ഉണ്ടാകുന്നു. ഭരണകൂടത്തിന്റെ കൈകൾ ശുദ്ധമാണ്. പിന്നെ അതൊരു വശത്ത് നടക്കുമ്പോൾ പഴയ ഒരു ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നു. ഒരു കല്ലേറ് അങ്ങോട്ടും പോയി, അതുകൊണ്ട് അവിടെ പരിശോധന നടക്കുന്നു എന്ന് പറയുന്നു. ആ പരിശോധനയിൽ പഴയ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു. അത് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ക്ഷേത്ര സംസ്കാരം കൂടി, അവിടെ പഴയ ഒരു ക്ഷേത്ര സംസ്കാരം ഇതാ വീണ്ടും ഉയർത്തെഴുന്നേക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് കടക്കുന്നു. ഇതെങ്ങനെ നിഷേധിക്കാൻ പറ്റും? രണ്ട് കാര്യമാണല്ലോ. ഇവിടെ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ആകെ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, കോടതി എന്താണ് തീരുമാനിക്കണമെന്ന് പറയാൻ പറ്റില്ല, കോടതി തീരുമാനിക്കട്ടെ. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടതികളിൽ നിന്ന് വരെ നീതി ലഭിക്കുന്നില്ലേ എന്നുള്ളൊരു ഭയം ഒരു വിഭാഗം ജനങ്ങളെ ഇപ്പോ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം 1991 നിയമം, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 47 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അതാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ്. അന്ന് അമ്പലമാണെങ്കിൽ അത് അമ്പലമാണ്, അത് പള്ളിയാണെങ്കിൽ അത് പള്ളിയാണ്, അല്ലെങ്കിൽ ചർച്ചാണെങ്കിൽ അത് ചർച്ചാണ്. അതിൻ്റെ മേലെ ബാക്കി ആരും ഒരു പ്രശ്നമായിട്ട് പോകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആ MP-മാര് പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ്. ആ നിയമം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, അതിൽ തന്നെ സെക്ഷൻ 4(1) അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിലവിൽ എന്താണോ അത് തന്നെയാണ് അവിടെ നിലനിൽക്കുക എന്ന്. അതുപോലെ തന്നെ 4(2) പറഞ്ഞ നിലവിലെ കേസുകൾ എന്തൊക്കെയാണെങ്കിലും അത് റദ്ദാകും. പുതിയ കേസുകളൊന്നും ഇതിനെപ്പറ്റി കൊടുക്കാനും പാടില്ല. അതായത് നിലവിലെ കേസുകൾ എന്തെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേസുണ്ട്, അത് രാമജന്മഭൂമി ബാബരി മസ്ജിദ് ഇഷ്യൂ ഒഴികെ, അത് സെക്ഷൻ 5 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കേസിനെ സംബന്ധിച്ചും നിലവിലെ കേസുകളൊക്കെ റദ്ദാവും, പിന്നെ പുതിയ കേസുകളൊന്നും ഇവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമം, ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം നിലവിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അന്ന് അവിടെ സർവേക്ക് ഗ്യാൻവാബി മസ്ജിദിൽ ഒരു സർവേക്ക് ഒരു അനുമതി കൊടുത്തത്. അത് വലിയ വിചിത്രമാണ്. കാരണം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ചോദിച്ച് കോടതിയിൽ കേസ് നടക്കുകയാണ്. പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമല്ല, ആണോ അല്ലേ എന്നുള്ള തീരുമാനമൊക്കെ ആവണതിന്റെ മുമ്പ് ഇന്ന് ആ കേസ് നിലവിൽ നിൽക്കുന്ന സമയത്ത്, ആ നിയമം നിലവിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ സർവേ നടത്താൻ ഒരു കേസ് വരെ, പുതിയ കേസ് വരെ പാടില്ല എന്ന് സെക്ഷൻ 4(2) വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു നിയമം നിലവിലുണ്ടാകുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ, ഇപ്പൊ നമുക്കറിയാലോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോടതിയിലെ ഈ കാര്യങ്ങളും ഈ ഹർജികളും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്, പലപ്പോഴും കേട്ടതാണ്. എന്ത് തെളിവിന്റെ ഒരാള് ഒരു ഊഹാപോഹം പറയാണ്, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു, ആ ശേഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സർവേ നടത്തണമെന്ന് ഏതെങ്കിലും സിവിൽ കോടതിയിലോ ജില്ലാ കോടതിയിലോ ആരെങ്കിലും ഒരു ഹർജി കൊടുത്താൽ ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ തന്നെ കോടതി അങ്ങോട്ട് ഓർഡർ ഇടുകയാണ്. അലഹാബാദ് ഹൈക്കോടതി ഗ്യാൻവാബി മസ്ജിദിന്റെ കാര്യത്തിൽ ഇങ്ങനെ നിയമപ്രശ്നം പറഞ്ഞുകൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ അപ്പീൽ കോടതിയും പറഞ്ഞു അത് അവിടെ സർവേ നടത്തിക്കോട്ടെ. സുപ്രീം കോടതിയിൽ അവിടെ പോയപ്പോൾ എന്താ സർവേ നടത്തുന്നതിന് പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഒരു നിയമം? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഈ രാജ്യത്ത് ഷാഹുൽ ഹമീദ്, അതെങ്ങനെ ചോദിക്കാൻ കഴിയുമെന്നാണ് BJP പാനലിസ്റ്റ് ചോദിക്കുന്നത്. നിയമപരമായിട്ടുള്ള വഴി, ഇതാരാണ് ഈ ഹർജി കൊടുത്തത്, ഈ ഹർജി കൊടുത്ത ആളുടെ ബാക്ക്ഗ്രൗണ്ട്, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമില്ല. കോടതി അന്ന് തന്നെ സർവേക്ക് ഉത്തരവിട്ടതിനും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? UP ഭരണകൂടത്തിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നിടത്ത് അല്ല എന്ന് പറയുന്നവർ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുകയാണ് എന്ന് ഇവർ ആരോപിക്കും. ഇവര് ഒരു ഹരിശങ്കർ ജെയിൻ, അയാളാണല്ലോ ഇപ്പൊ എല്ലാ കേസും കൊടുക്കുന്നത്. BJPക്ക് ബന്ധമില്ല, RSSന് ബന്ധമില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ബാബരി മസ്ജിദിന്റെ സംഭവം നമുക്കറിയാം.
അത് തകർക്കുന്ന അതിന്റെ തുടക്കം കുറിച്ചതൊക്കെ മറ്റാളുകളാണ്. അവസാനം BJP നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് സംഭവങ്ങൾ മുഴുവൻ അവിടെ നടക്കുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ 2020 സുപ്രീം കോടതിയിൽ ഈ 1991 ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജികൾ വന്നത്. 5 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മുകളിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ സ്റ്റേ ചെയ്യണം, അവിടെ സർവേ നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ മറ്റുള്ള മസ്ജിദ് കമ്മിറ്റിയും മറ്റുള്ള ആളുകളൊക്കെ അവിടെ സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞത് അവിടെ സ്റ്റേ ഒന്നും അനുവദിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. BJPയുടെ ഉള്ളിലിരിപ്പ് എന്താണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ യോഗി ഗവൺമെന്റ് ആണ് അവിടെ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുക. ഒരു 2 ആഴ്ചന്റെ തൊട്ടപ്പുറത്താണ് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ ഇടിച്ചു നിരത്താനുള്ള അവകാശം ഒരു ഗവൺമെന്റിനും ഇല്ല. ആ പ്രതികളാണോ കുറ്റവാളികളാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല, അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയുടെ ആ നടപടിയിലേക്ക് ഗവൺമെന്റ് പോവേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ തന്നെ പ്രതിയാണെങ്കിൽ പോലും കുറ്റവാളിയാണെങ്കിൽ പോലും കോടതി കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയാൽ പോലും ഒരാളുടെ വീട് ഇടിച്ചു നിരത്താൻ കോടതിക്ക് സർക്കാരിന് അവകാശമില്ല. മാത്രമല്ല അത് അനധികൃതമായി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അനധികൃതമായി അവിടെ നിർമ്മിച്ചതാണ്. അങ്ങനെ അനധികൃതമായി നിർമ്മിച്ചതാണെങ്കിൽ നിയമത്തിന്റെ ഒരുപാട് നൂലാമാലകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിൽ കൂടെ അല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് ആദ്യം നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളൊരു നോട്ടീസ് കൊടുക്കണം, 15 ദിവസമെങ്കിലും അവർക്ക് അതിന് സമയം കൊടുക്കണം. മാത്രമല്ല അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കണം. അതിനേക്കാളൊക്കെ ഉപരി അനധികൃതമായ നിർമ്മാണമാണെങ്കിൽ അവർക്ക് അപ്പീൽ പോകാനുള്ള അവസരം കൊടുക്കണം. അല്ല, പക്ഷേ ശ്രീ ഷാഹുൽ ഹമീദ്, ഞാൻ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിലേക്ക്, ഇന്ന് അവിടെ ഒരു റെയ്ഡ് നടക്കുന്നു. അനധികൃത കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ആന്റി എൻക്രോച്ച്മെന്റ് റെയ്ഡ് ശക്തമാക്കും, അതാണ് യോഗി പറഞ്ഞത്. ഇന്നൊരു റെയ്ഡ് നടക്കുമ്പോൾ വൈദ്യുതി മോഷണം, വലിയ തരത്തിലുള്ള ഇലക്ട്രിസിറ്റി തെഫ്റ്റ് ഒക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു പള്ളിക്കകത്തുനിന്നാണ് കണ്ടെത്തുന്നത്. ലദാനിയ മസ്ജിദ്, നഖാസയിലുള്ള ലദാനിയ മസ്ജിദിൽ കണ്ടെത്തിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള വൈദ്യുതി മോഷണം കണ്ടെത്തി എന്നാണ് പറയുന്നത്. DM രാജേന്ദ്ര പെൻസിയ തന്നെ പറയുന്നു. അതായത് ഇങ്ങനെ ചില സാമൂഹ്യ വിരുദ്ധപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, കണ്ടില്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത്. പരിശോധനയ്ക്കൊക്കെ ശേഷമാണ് ഈ പുറത്തേക്ക് വരുന്ന ചില സന്ദേശങ്ങളുണ്ടല്ലോ, ഇതിനെ പ്രതിരോധിക്കുക എങ്ങനെയായിരിക്കും? നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആര് ചെയ്താലും, അത് മസ്ജിദ് കമ്മിറ്റി ചെയ്താലും അമ്പല കമ്മിറ്റി ചെയ്താലും ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും അതിനൊന്നും ആരും ന്യായീകരിക്കൂല. പക്ഷെ അതിനൊക്കെ നിയമത്തിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഇവർ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അത് കണ്ടുപിടിച്ചു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫൈൻ, ഈ 2 ലക്ഷം രൂപ ഫൈൻ തീരുമാനിക്കാൻ യോഗി ഗവൺമെന്റിന് എന്താണ് അധികാരം? അത് അവർക്ക് അങ്ങനെ മോഷണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടിക്രമങ്ങളില്ലേ? അതിന് FIR ഇടണ്ടേ? അതിന് അന്വേഷണം നടത്തണ്ടേ? അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ കൊടുക്കണ്ടേ? കോടതിയല്ലേ ഫൈൻ തീരുമാനിക്കല്? ഇതൊരു മോശം. ഇപ്പൊ നമുക്കറിയാം, തെഫ്റ്റ്, കേരളത്തിൽ ഇലക്ട്രിസിറ്റി തെഫ്റ്റ് കണ്ടെത്തിയാൽ പോലീസ് പെട്ടെന്ന് ഫൈൻ ഇടലാണോ? അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ? ഞാൻ പറയട്ടെ, ഇതിൽ ഒരൊറ്റ കാര്യം, ചോദ്യത്തിന് ഉത്തരം ഞാനൊന്ന് ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ.